അതാ വീണിട്ട ചക്ക 2 അപ്പളേ നമ്മളെന്താന്ന് പറയാ ചക്കൊക്കെ ഇടുന്നത് ഇത് മൂക്കല് വരല് നമ്മളെ നോമ്പിന് മഴക്കാലത്ത് വെക്കണം അപ്പോൾ നമ്മൾ എന്താട്ടുക ഇടിഞ്ചക്കയിലിട്ട് കാണ്ട് നമ്മളും കൂട്ടാൻ വെക്കുക പേരുണ്ടാക്കുക നമ്മളെ അയൽവാസികൾക്കൊക്കെ ഓരോന്നാണ് കൊടുക്കാച്ചിട്ടേ മൊത്തം ഇങ്ങനെ ഇടുകയാണ്. ചക്ക മുറിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം എന്ത് കാട്ടുന്ന പറയാം, നമ്മൾ കൈമേൽ ലേസം എണ്ണ തേക്കാം. നമുക്ക് എന്ത് എണ്ണ ആയാലും വേണ്ടി കുറച്ച് തേക്കുക. അതേപോലെ നമ്മൾ മുറിക്കാൻ എടുക്കണം കത്തിമലും അതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മൾ മുറിക്കുമ്പോൾ ഉള്ള വിളഞ്ഞിണ്ടല്ലോ അത് നമുക്കൊണ്ട് ഒഴിവാക്കി കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഒഴിവാക്കാം കേട്ടോ. ഇപ്പോൾ അതിന്മേൽ ഇങ്ങനെ വിളഞ്ഞ് വരും കേട്ടോ. കണ്ടില്ലേ വിളഞ്ഞ് വരണേ. അപ്പോൾ അതൊരു കൊള്ളി വെച്ചിട്ട് നമുക്കിങ്ങനെ ഒപ്പിയെടുക്കുക. കൊള്ളി കൊണ്ടാ ചവിട്ടുപ്പ് കൊണ്ടാ കടലാസ് കൊണ്ട് എന്തുകൊണ്ട് വേണമെങ്കിലും ഒപ്പിയെടുക്കുക. ഇനി അടുത്തത് നമ്മൾ ഒരൊറ്റ വെട്ട്. ഹായ് കണ്ടില്ല നിങ്ങൾ എന്താ അല്ലേ ചക്ക ഇടിഞ്ചക്ക. ഇത് ഉണ്ടായി ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവൂലേ. അത്രയൊക്കെ ആയപ്പോൾ ഇങ്ങനെ നീക്കും തോന്നുന്നു. എന്നിട്ട് ഈ വെളഞ്ഞില്ല നമ്മളൊക്കെ എന്തെങ്കിലും പറയുക വെളഞ്ഞി തന്നെയല്ലേ, നമ്മൾ വെളഞ്ഞി എന്നാണ് കേട്ടോ പറയുക. അതുപോലെ കണ്ട് ഒപ്പി കണ്ട് എടുക്കുക നല്ലോണം. പണ്ടേ ഞാനൊക്കെ കുട്ടിയാകുമ്പോഴില്ല അന്നൊന്നും ട്യൂബ് മൈലാഞ്ചി ഒന്നുമില്ല. എന്നിട്ട് എൻ്റെ അമ്മക്ക് എന്ത് ചെയ്യുന്ന അറിയാം, ഈ വെളഞ്ഞി അന്ന് ഓലപ്പര ഉണ്ടാകുക, അധികം നമുക്കൊക്കെ ഓലപ്പരല്ല. എന്നിട്ട് ഇതിങ്ങനെ വെളഞ്ഞി ഇങ്ങനെ എടുത്തുങ്ങാണ്ട് എപ്പോൾ ചക്ക ഇട്ടാലും പൂത്തതിൻ്റെയും പച്ചൻ്റെ ഒക്കെ ഇങ്ങനെ വെളഞ്ഞെടുത്തിട്ട് ഇറമ്പൽ ഇങ്ങനെ ഓട്ടി വെക്കും. എന്നിട്ട് പെരുന്നാൾ കാര്യമൊക്കെ ആകുമ്പോൾ ഇതൊന്ന് ഉരുക്കും. എന്നിട്ട് നമ്മളെ കയ്യിൽ ഇങ്ങനെ പുള്ളി കുത്തി വെച്ച് തരും. അത് ചെയ്യുന്ന അന്നൊക്കെ പുള്ളി ഇടലും. ഇപ്പോഴല്ല നമുക്ക് ട്യൂബും കാര്യമൊക്കെ ആയത്. അന്നൊക്കെ അങ്ങനെയാണ് കുട്ടികളെ. നമ്മളിതൊന്നും കൂടി പൊളിക്കട്ടെ. അപ്പോൾ ചക്ക നമ്മളിതാ നടുപ്പ് പൊളിച്ച് ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇട്ടിക്കണം. ഇനി നമ്മൾ ഈ കരുള് നമ്മൾ എങ്ങനെ പച്ചയിൽ ഇങ്ങനെ ചെത്തണമെങ്കിൽ ഇത് നല്ല ഉറപ്പാണ്. അപ്പോൾ എന്ത് കാട്ടുകയെന്ന് പറയാം, നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് മുറിച്ചിട്ടിട്ട് എന്നിട്ട് നമുക്കേ പച്ചക്ക് ചെത്തിയാൽ നല്ല ഉറപ്പാണ്, ഇങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേഗം ഈ കരുള് പോരാനുള്ളൊരു ഐഡിയയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് നോക്കിക്കൊണ്ട് അപ്പോൾ നമുക്ക് കരുളൊക്കെ വേഗം ഇങ്ങോട്ട് ചെത്തിയെടുക്കാം. അങ്ങനെ ഫുള്ള് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് മുറിച്ചിട്ടിക്കണം കേട്ടോ. കരുളോർക്കലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് കാട്ടുക, ആദ്യം നല്ല ഒന്നൊരു കഴുകുക. അതിൽ നമ്മൾ താഴത്തേക്ക് വീണ ചക്കല്ലേ, അപ്പം മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നാക്കി ഓരോന്നും ഇങ്ങനെ പൈപ്പിനെ ചോട്ട് കാണിച്ചു കൊടുത്ത് എല്ലാം കഴുകി മണ്ണൊക്കെ കണക്കാലയ്യ കേട്ടോ. 2-3 പ്രാവശ്യം നമുക്ക് ഇങ്ങനെയാണ് കേക്ക് കണ്ടെടുക്കട്ടെ. അപ്പം നമ്മൾ കേക്ക് വാരിയൊക്കെ കുക്കറിലിട്ട് അതിന് പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ഗ്ലാസോളം വെള്ളം നമ്മളേക്കാണ്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ എന്താണെന്ന് പറയുക, ഒരു തുള്ളി ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒറ്റിച്ച് കൊടുത്താൽ ആ വിളഞ്ഞിൻ്റെ ഇത് നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അല്ലാണ്ട് 2 വിസിൽ കേട്ടോ. വിസിലടുപ്പിച്ച് നമുക്കേ നോക്കാം. നമ്മളെ കുക്കർ ഇതാ വിസിലൊക്കെ വന്ന് 2 വിസിലായിട്ടാ. അപ്പം നമുക്ക് ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കാം. എന്നിട്ട് അതിൻ്റെ വിസിലൊക്കെ ഒന്ന് പോയി ഒന്ന് തണുക്കട്ടെ. അപ്പോൾ കുക്കർ ഇതാ 2 വിസിൽ വന്ന് നമ്മളിങ്ങണ്ട് തുറന്ന് നോക്കിയപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടില്ല എന്തിക്കണേ. നമുക്കിത് ഓരോന്നും കണ്ട് വേറെ പാത്രത്തിൽ നമുക്കുണ്ട് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിതട്ടാ നമ്മൾ 2 വിസിലടിച്ച് കുക്കറിൽ നിന്ന് കണ്ട് ഓരോ കഷ്ണം കണ്ട് പെറുക്കിയെടുത്ത് ഒന്ന് ചൂടാറി വറ്റുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ കരുളൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കാട്ടണം, അതിൽക്കൊരു ലേസം മുതിര ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതാണിത്. എന്നിട്ട് നല്ല കഴുകി അതിൻ്റെ കല്ലും ഇതൊക്കെ അരിച്ചെടുത്തതാണിത്. ഇത് നമ്മൾ ഇതുപോലെ കുക്കറിൽ കൊടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം ഉപ്പ് വെച്ചങ്ങാണ്ട് 2-3 വിസിലടുപ്പിച്ചങ്ങാണ്ട് അത് നമുക്കൊന്നിട്ട് വേവിച്ചെടുക്കുക. അത് വെന്ത് വരുമ്പോൾ നമുക്ക് എന്ത് കാട്ടണം, നമ്മളെ
ചക്ക അരി വെക്കണം. അതട്ടാ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളതൊന്നുകൂടി വിസിലടുപ്പിച്ചെടുക്കുക. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാൻ ഇത് വിസിലടിക്കുക. ഓരോന്നും കഷ്ണങ്ങൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ കരുളില്ല, നമുക്ക് പച്ചയിലാവുമ്പോൾ ഇത് ചെത്താൻ എന്തോ ഒരു പടക്കം നോക്കി വന്നപ്പോൾ പെട്ടെന്ന് ഇത് പോയിരുന്നു. കണ്ടില്ല, ഈസി ആയിട്ട് നമുക്കിങ്ങനെ ചെത്തിയെടുക്കുക. അതിൻ്റെ ഈ കൂനിതാ ഇതുമാണ് കുറച്ചിങ്ങനെ ചെത്തി ഒഴിവാക്കുക. അപ്പോൾ നമ്മൾക്ക് എളുപ്പമാണ് ഇതിങ്ങനെ ആക്കിയാലേ പെട്ടെന്ന് പോരും. മറ്റേ നമുക്ക് കുറേ പണിയല്ലത് നല്ല ഉറപ്പുണ്ടാവുകയെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തീരെ ഉറപ്പില്ല, വേഗത്തിൽ കിട്ടും ഈസി ആയിട്ട്. അതാണ് നമ്മൾ ഈസി പണി കേട്ടോ. ഇത് ഞാൻ പറഞ്ഞത് കുക്കറിൽ ഇങ്ങനെ ചെയ്താൽ നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഇതിങ്ങനെ ചെത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുഴുവനും ഇതിങ്ങനെ ഒന്ന് ചെത്തിയെടുത്തിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളാക്കിയാൽ എന്താണെന്ന് പറയുക, നമ്മളെ കൈമേലും വെളഞ്ഞാവൂല, കത്തിമ്മ വെളഞ്ഞാവൂല. കണ്ടില്ല, മറ്റേ കത്തിയും കയ്യും ഒക്കെ വെളഞ്ഞീറ്റിൽ കുളിക്കും നമ്മൾ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കത്തിമേലും ആവില്ല, നമ്മളെ കൈമേലും ആവില്ല. അങ്ങനെ രണ്ട് എളുപ്പപ്പണിയാണ് നമുക്ക്. മനസ്സിലായില്ല? ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ അങ്ങനെ ചെത്തി കൊടുത്താൽ സൂപ്പറായിട്ട് നമുക്ക് എടുക്കാം. ഇല്ലേ, നമ്മളെ കൈമേൽക്കും വെളഞ്ഞു തരില്ല, നമ്മളെ കത്തിമേലും ഇല്ല. അപ്പോൾ മുതിരതാ അതുപോലെ നമ്മൾ കുക്കറിലിട്ട് ഒരു 3-4 വിസിലൊക്കെ അടുപ്പിച്ച് നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചാണ് കേട്ടോ. പിന്നെ ചക്കത നമ്മൾ അതിൻ്റെ പുറത്തെ കരുളൊക്കെ ചെത്തി അത് നമ്മളിതാക്കി വെച്ചിക്കണം. പിന്നെ നമുക്ക് എന്താ വേണ്ടിയെന്ന് അറിയാം. അതിലേക്ക് വേണ്ടിയ സാധനമാണ് ഒരു 3-4 ചുവന്ന മുളക്, പിന്നെ കുറച്ച് ചീറിയ ഉള്ളി, 2 പോണ വെളുത്തുള്ളി. ഇതൊക്കെ കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നമുക്ക് ഒന്നും കണ്ട് ഒതുക്കിയെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചക്ക ഒന്നും കണ്ട് ഒതുക്കിയെടുക്കുക, ഒന്നും കണ്ട് കുത്തിയെടുക്കട്ടെ. അപ്പോൾ ചക്ക നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തണ അമ്മിക്കുട്ടി അതുകൊണ്ട് ഇങ്ങനെ ഒന്നും കണ്ട് ഒതുക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ഇടിച്ചെടുക്കുക. അങ്ങനെ അപ്പോൾ മുഴുവൻ ഇതട്ടെ നമ്മളിതുപോലെ കണ്ട് നോക്കി നമ്മൾ കുത്തണ ഈ ഇതില്ല അമ്മിക്കുട്ടി ഇതോട് ഇങ്ങനെ ഒന്നും കണ്ട് തൊട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ അത് കണ്ട് ഇടിഞ്ഞ് വരുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലൊന്നും ഇട്ട് ഒതുക്കരുത് കേട്ടോ. അപ്പോൾ അത് ഒന്നായിട്ട് കണ്ട് അരഞ്ഞ മാതിരി പോകുക, അത് പാടില്ല. ഇങ്ങനെ കുത്തി കണ്ട് എടുക്കുക. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതിന് ഇടിയൻ ചക്ക എന്നുള്ള പേരൊക്കെ വന്നിട്ടുണ്ടാവുക. നമ്മളൊക്കെ ഇപ്പോൾ എന്താ വേഗം ചെയ്യൽ, കത്തി എടുത്തിട്ട് നമ്മളിങ്ങനെ ചെറുതാക്കി ആദ്യം കരുളി ചെത്തി, എന്നിട്ട് നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ പോലെ നമ്മൾ ഉണ്ടാക്കൽ. പക്ഷേ ഇത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുമോ, നിങ്ങൾ എല്ലാത്തിനും ഒരു ഈസിയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പണി നല്ല എളുപ്പമാണ്. കൈമലാണെങ്കിൽ വഴിഞ്ഞ കാര്യമൊന്നും ആവില്ല. കുക്കറിലിടുക, 2 വിസിലാണ്ട് അടുപ്പിക്കുക, എന്നിട്ട് അതിൻ്റെ ചെത്തുക, ഇങ്ങനെ 4 കുത്തി കുത്തിയാൽ മതി, സംഗതി റെഡി. അപ്പോൾ ചക്ക ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കുത്തി ഉടച്ചിങ്ങോട്ട് ഇട്ടിട്ടാ നമുക്ക് അതിക്ക് ഒതുക്കാനാണ് ഇതിട്ടാ. ഒരു 3-4 ചുവന്ന മുളക്, എരിവിന് ആവശ്യത്തിനുള്ള എടുക്കുക കേട്ടോ. ഈ മുളക് മാത്രം ആദ്യം ഒന്നും കൊണ്ട് കറക്കിയെടുക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് ചീരുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ മുളക് നമ്മൾ ഒതുക്കി ഞയ്ക്ക് നമ്മൾ ഈ ചീരുള്ളിയും 2 പോണ വെളുത്തുള്ളി അതൊന്നും കണ്ട് ചെറുതായിട്ടൊന്നും ഇതാക്കിയാൽ മതി, കുത്തണമാതിരി. അപ്പോൾ ഇതാ നമ്മളിതുപോലെ ഒന്നും കണ്ട് ചതക്കി ഇങ്ങോട്ട് എടുത്ത് കേട്ടോ. അരിയാൻ പാടില്ല, ഒന്നും കണ്ട് ചതങ്ങാനേ പാടുള്ളൂ. വേണ്ടിയില്ല. ഇനി നമുക്ക് ഇതിക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കതൊന്ന് വറവിടണം. അതിന് നമ്മളിതാ ഒരു ഫാന് വെച്ച് ഞയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്നും ഇങ്ങോട്ട് ചൂടായി വരട്ടെ. അപ്പം നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് ഉഴുന്നുപരിപ്പ് വേണ്ടിയവർക്ക് ഉഴുന്നുപരിപ്പൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. അതേമാതിരി അരിമണി വറുത്തിടുന്നവരുണ്ട്, പലവരും പല ഇതിലുമാണല്ലോ ഉണ്ടാക്കൽ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ കടുകൊന്ന് നല്ല ഒന്നുകൂടി പൊട്ടി വരട്ടെ. നമ്മളേക്ക് 2 മുളക് ഇട്ട് കൊടുത്ത്, പിന്നെ അതുപോലെ 2 ഇല്ലി കരിവേപ്പിൻ്റെ അത് നമ്മളേക്ക് ഇട്ട് കൊടുത്ത്, നമ്മൾ ഉരുട്ടി വെച്ചതില്ല, ഉരുട്ടി വെച്ച ഉള്ളി മുളക് ഉള്ളിയും കൂടി അത് വയ്ക്കാൻ ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ടാ, ഒരു ഇച്ചിരി. ഈ വെളുത്തുള്ളിൻ്റെ ആ പച്ച ചുവ ഒന്നും മാറട്ടെ.
കണ്ടില്ല, ഇതൊക്കെ മൂത്ത് വന്നേ. നമ്മൾ ഇടിച്ച് വെച്ച ചക്ക നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, കൂട്ടി കൊടുക്കുക. എന്നിട്ട് അതിൽ നല്ല ഒന്നുകൊണ്ട് ഇളക്കി നമ്മൾ അതിന് കൊക്കെ ഒന്നുകൊണ്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കുക, എപ്പോഴാണ് പാകം നോക്കണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് കുറവുണ്ട് ഉപ്പ്. നമ്മൾ മുതിര വേവിച്ചപ്പോഴും ചക്ക വേവിച്ചപ്പോഴൊക്കെ ഉപ്പിട്ട് കൊടുത്തിക്കണം, പക്ഷേ എന്നാലും ഒരിത്തിരി കുറവുണ്ട്. അപ്പോൾ ഈ നേരത്ത് അതൊക്കെ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവുള്ളതൊക്കെ കൂട്ടി കൊടുക്കട്ടെ. അപ്പോൾ ആ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി മൂത്ത് വന്നു കണ്ട് ഇതൊക്കെ ഇട്ടപ്പല്ലേ എല്ലാവരും മണം മക്കളെ. എത്ര ചോറുണ്ടെങ്കിലും നമുക്ക് വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല മക്കളെ. ഇതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു മുതലല്ല ചക്ക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഒന്ന് ചോറ് കഴിക്കണം. അങ്ങനെ അത് നമ്മൾ നല്ല കണ്ട് ഇളക്കിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മളെ മുതിരല്ലേ അതും കൂടെ കഴിക്കാണ് കൊട്ടി കൊടുക്കുക. എന്നിട്ട് അതും കൂടി നമ്മൾ നല്ല ഇളക്കുക. ഇപ്പൊക്കെ ചക്കൻ്റെ കാലല്ലേ, അപ്പോൾ ചക്ക കിട്ടുന്നവരൊക്കെ ഈ കോലത്തിലൊന്നും ഉണ്ടാക്കി നോക്കിക്കൊണ്ടിട്ടാ. ഇങ്ങനൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടി. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് കാട്ടാന്നറിയോ, ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടാ. ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ പറയുകൊണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.